ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒഡീഷ ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒഡീഷയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ കൊണാർക്ക് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ചാർജ് 40 രൂപയാണ്. കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല, ഫ്രീ ആണ്. അപ്പോൾ ഇനി കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ ചരിത്രവും നമുക്കൊന്ന് കാണാം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഈ കൊണാർക്ക് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി സൂര്യദേവനാണ്. ഗാംഗേയ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലെ പുരി എന്ന ജില്ലയിലാണ്. ധാരാളം വാസ്തുശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഓരോ ശില്പങ്ങളുടെയും വിവരണങ്ങൾ അറിയുന്നതിന് നമുക്കൊരു ഗൈഡിനെ സമീപിക്കാവുന്നതാണ്. ഈ ചക്രം കണ്ടോ? ഈ ചക്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ മൊബൈൽ ഫോണിൽ വാച്ചോ മൊബൈൽ ഫോണിലെ ക്ലോക്കോ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സമയം കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ അതൊന്നുമില്ലാതെ നിഴലിൻ്റെ സഹായത്തിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. എങ്ങനെ ഞങ്ങൾ പോയ സമയം 1:30 അദ്ദേഹം ആ കുട വെച്ച് കാണിച്ചപ്പോൾ 1:30 സമയത്ത് തന്നെ ആ നിഴൽ വന്ന് പതിച്ചു. അത് ഓരോ അളവും അവിടെ വെച്ചിട്ടുണ്ട്. 1:30, 2, 2:30, 3 അങ്ങനെയാണ് അതിൻ്റെ ആ സമയം കണ്ടുപിടിക്കുക. അല്ല 1:45, 1:55 അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. 1 മണി, 1:30, 2, 2:30 അങ്ങനെയുള്ള ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഈ ക്ഷേത്രം ആകെപ്പാടെ നശിച്ചിരിക്കുകയാണ്. കാരണം ഈ രാജാവ് അകാലത്തിൽ മരിച്ചു പോവുകയും പിന്നീട് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരും വന്നില്ല. അങ്ങനെ ഈ ക്ഷേത്രം നശിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊന്നും എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 24 ചക്രങ്ങളുണ്ട്. ഇതിലെ ഒരു ചക്രമാണ് നമ്മുടെ 10 രൂപയുടെ നോട്ടിൽ, പുതിയ 10 രൂപയുടെ നോട്ടിൽ ഈ ഒരു ചക്രമാണ് വെച്ചിരിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകാറുണ്ട്. അതുപോലെ ഇവിടെയുള്ള ശില്പങ്ങൾ രതിശില്പങ്ങളാണ്. ധാരാളം രതിശില്പങ്ങൾ ഇവിടെ കാണാനായിട്ട് കഴിയും. എൻ്റെ അടുത്ത് ഗൈഡ് പറഞ്ഞത് ഇത് ഹണിമൂൺ കപ്പിൾസിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ കാലത്തും അതിൻ്റേതായിട്ടുള്ള വാസ്തു പ്രകാരമായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. അന്ന് ചിലപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ഈ ശില്പങ്ങളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണുക. ഇവിടെ ആരാധിച്ചു വന്നിരുന്ന ആ സൂര്യനാരായണ വിഗ്രഹം അല്ലെങ്കിൽ ആ സൂര്യദേവൻ്റെ വിഗ്രഹം ഇപ്പോൾ പുരി ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നുണ്ട്. പുരി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിഗ്രഹം കാണാനും തൊഴാനുമൊക്കെ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് തന്നെയായിട്ടാണ് ഈ സൂര്യദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ കൊണാർക്ക് ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്ററോളം അടുത്തുണ്ടെന്നാണ് പറയുന്നത്. 50 മിനിറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നല്ല, ഇവിടെ എൻട്രി ഒരു വഴിയും എക്സിറ്റ് മറ്റൊരു വഴിയാണ്. അതുപോലെ എനിക്ക് അനുഭവപ്പെട്ടത് വേറൊന്നുമില്ല, ഈ എക്സിറ്റ് വരെ നമ്മൾ വേറൊരു വഴി വരുമ്പോൾ അവിടെ നിന്ന് കുറേ കൂടെ ദൂരെയാണ് ടോയ്ലറ്റ്. അപ്പോൾ ഈ പ്രായമായിട്ടുള്ളവർ, കുട്ടികളായിട്ടുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. കുട്ടികൾക്ക് 2 പേർക്കും ടോയ്ലറ്റിൽ പോകാനായിട്ട് വന്നു. ടോയ്ലറ്റ് അന്വേഷിച്ച് നമ്മൾ എക്സിറ്റ് വരുമ്പോൾ, ഞാൻ കാണിച്ചിട്ട് എക്സിറ്റ് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ്. നമ്മൾ പെട്ടുപോകും. കാരണം വെളിയിലേക്ക് വരുമ്പോൾ അറിയാമല്ലോ, വീട്ടിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥ. അവിടെ വരുമ്പോൾ എങ്ങോട്ട് പോകണോ എങ്ങനെ പോകണമെന്നറിയില്ല. അപ്പം ഞാനും മോനും കൂടെ ആദ്യം പോയി, പുറകിൽ അമ്മയും മോളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ അവിടെ ടോയ്ലറ്റ് ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വരാനും എനിക്ക് പേടി. എന്തായാലും അവനെ അവിടെ ഇരുത്തി, അവനോട് പറഞ്ഞ് അകത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചോടി വന്നു. മോളെ അമ്മയും തിരിച്ചു കൊണ്ടുപോയി. അടുത്തല്ല,
പക്ഷെ ഇവിടെ അടുത്തും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വരുന്നവർക്ക് അതൊരു സൗകര്യമായനെ. അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പോൾ കൊണാർക്ക് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ എല്ലാവരും കൂടെ കാണണം കേട്ടോ. ഓക്കേ.